السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. إن شاء الله നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ നിസായിലെ 3-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع، فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم، ذلك أدنى ألا تعولوا. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, യതീം മക്കളുടെ അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പം അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിക്കണം. ഒരിക്കലും അവരുടെ സ്വത്തുക്കൾ സ്വന്തം സ്വത്തുക്കളെ പോലെ കൈകാര്യം ചെയ്യരുത് എന്നുള്ള ആ യതീം മക്കളുടെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അവരുടെ എത്രത്തോളം ഗൗരവപ്പെട്ട വിഷയമാണ് യതീം മക്കളും അവരുടെ മുതലും എന്നുള്ള ആ ഒരു താക്കീതാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയെന്നോളം ഇവിടെയും അള്ളാഹു തുടങ്ങുന്നത് തന്നെ വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, യതീമിൻ്റെ കാര്യം വച്ചിട്ടാണ് അള്ളാഹു ഇവിടെ തുടർന്ന് അള്ളാഹുവിടെ പറയുന്നത്. വഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, ഭയപ്പാടുണ്ടെങ്കിൽ, അല്ലാ തുഖ്സിതു ഫിൽ യതാമ, നിങ്ങൾ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടിരുന്നെങ്കിൽ, ഫൻകിഹു മാ ത്വാബ ലക്കും, ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഫൻകിഹു എന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുവിൻ, മാ ത്വാബ ലക്കും നിങ്ങൾക്ക് തോന്നിയവരെ, തൃപ്തിപ്പെട്ടവരെ ആരെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുവിൻ. മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന്, മസ്ന വസുലാസ വറുബ, മസ്ന ഈ രണ്ട് വീതം എന്നുവെച്ചാൽ 2 ആൾ അല്ലെങ്കിൽ 3 പേര് അല്ലെങ്കിൽ 4 ആൾ, 4 ഇപ്പം 4 വരെയാണ് ഇതുപോലെ പാടുള്ളൂ. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, ഇനി നിങ്ങൾ നീതി പാലിക്കൂല, നീതി ചെയ്യൂല എന്ന് ഒരു ഭയപ്പെട്ടിരുന്നിട്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ, ഫവാഹിദ എന്നാൽ 1 മതി, ഒരാളെ കൊണ്ട് മതി, അതിൽ നിർത്താം. ഔ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അവരിൽ ആരെങ്കിലും. ذلك أدنى ألا تعولوا, ذلك أدنى, ذلك അതാകുന്നു കൂടുതൽ അടുത്തത്, അല്ലാ തഊലു നിങ്ങൾ തെറ്റിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ തെറ്റിൽ പോകാതിരിക്കുവാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇവിടെ എന്താണ് അള്ളാഹു പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നേരത്തെ വന്നിട്ടുള്ള ആയത്തിൽ പോലെ യതീം മക്കളുണ്ട് കൂടെ. അപ്പോൾ യതീം ഒരു മോളുണ്ട്, അത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ആ കുട്ടിനെ നിക്കാഹ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ
ആ കുട്ടീനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടീനോടുള്ള ഇത് കൊണ്ടല്ലാതെ ആ സ്വത്തുക്കളും കൂടി കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് എങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ കുട്ടീനോട് നീതി പാലിക്കാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരാം. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അള്ളാഹു പറയുന്നത് ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾക്കിത് ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ അവരോട് ഒരു നീതി കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾ പിന്നെ ഇവരോട് അന്യായം ചെയ്തു പോവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണോ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ കല്യാണം കഴിക്കണ്ട. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. യതീം മക്കൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ മക്കളിൽ ഒരു മോള് ആണ് ഉള്ളത് എങ്കിൽ ആ മോള് കല്യാണപ്രായമായി, യതീം മോളാണ്. ആ മോൾക്ക് സ്വത്തുക്കളൊക്കെ ഉണ്ട്. ഈ സ്വത്ത് പരിപാലിക്കുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിനോടുള്ള സ്നേഹക്കൂടുതലോ അതൊന്നും അല്ലാതെ ഈ സ്വത്തുക്കൾ കൈമൽ എടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് എങ്കിൽ, അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ എന്തായി വരും? ഈ സ്വത്തുക്കൾ കയ്യിൽ കിട്ടുമ്പം ഈ കുട്ടീനോടുള്ള പിന്നെ ഈ ഒരു ന്യായത്തോടുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാകുക. കാരണം എന്താ സംഭവിക്കുക? പിന്നെ ഈ കുട്ടി ആ വ്യക്തിൻ്റെ കസ്റ്റഡിയിലാകുമ്പോൾ എല്ലാം ഇയാൾ പിന്നെ കൊണ്ടു നടക്കുന്ന പോലായി. അപ്പോൾ ഒരു ഭരിക്കുന്ന രീതി, ഒരു ഭരണാധികാരൻ്റെ രീതിയിലായി. അപ്പോൾ അവിടെ അന്യായം കൂടുതൽ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു പേടി വന്നാൽ, അങ്ങനെ ഒരു നിങ്ങൾക്ക് നീതി പാലിക്കാൻ പറ്റൂല എന്ന് തോന്നിയാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വെക്കണ്ട. ഇങ്ങനൊരു യതീം മക്കൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് ഒരു വലിയ ആൾക്കാരെ. നിങ്ങൾക്ക് ആരെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സാധാ സ്ത്രീകളിൽ നിന്ന് ആരെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3, 4 ആൾക്കാരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. 4 വരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ മേലിലേക്ക് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകാൻ പറ്റില്ല. കാരണം 4 ഏറ്റവും മാക്സിമം. അപ്പോൾ ഇവിടെ ഈ പറയാനുള്ള ഒരു സന്ദർഭം കൂടിയുണ്ട്. ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ, നബിൻ്റെ സമയത്ത്, ജാഹിലിയ കാലഘട്ടത്തിൽ ഇതുപോലെ അവർ കല്യാണം കഴിക്കുന്നതിന് ഒരു ലിമിറ്റഡ് ഉണ്ടായിരുന്നില്ല. 10ഓളം പേര് ചിലവർക്കുണ്ടായിരുന്നു, 10ഓളം സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ വീക്കാണ്. അപ്പോൾ ഇവർ കൈവരിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും പിന്നെ സ്വത്തുക്കൾ തീരുമ്പോൾ വേറൊരാളെ കയറി കല്യാണം കഴിക്കും. അങ്ങനത്തെ ഇവർ കൈകടത്തലുകൾ നടത്തുന്ന രീതിയിലാണ് ഇവരെ ഈ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായത്. അതുകൂടാണ്ട് ഈ പറയുന്ന അനാഥകരുടെ പിന്നെ സ്വത്ത് ഇവരെ കൈവശം എടുത്തിട്ട് ഇവരാണത് ഈ പിന്നെ കൈകാര്യം മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അന്യായമായ രീതിയിലാണ് ഈ സ്വത്തുക്കളെ ഇവർ കൊണ്ട് നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പറയുന്ന ആയത്തുകളൊക്കെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ശേഷം ഇവർക്കൊരു വന്ന്, ഈ ഒരിക്കലും നിങ്ങൾക്ക് സ്വത്തുക്കൾ ഇതുപോലെ പെരുമാറാൻ പാടില്ല. 1. രണ്ടാമത്തത്, ഇതുപോലെ എങ്ങാനും നിങ്ങൾ കല്യാണം കഴിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നീതി പാലിക്കുക തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഈ പറയുന്ന യതീം മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു നിയമമാണ് അവിടെ അള്ളാഹു കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സാധാരണ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നബി പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. പ്രത്യേകമായിട്ട് നബി പറഞ്ഞ തുൻകിഹുൽ മർഅ ലിഅർബഈൻ, 4 കാര്യത്തിലാണ് ഒരു സ്ത്രീനെ കല്യാണം കഴിക്കുക. 1 ലിമാലിഹ, 1 അവളെ ധനത്തിന് വേണ്ടി, ലി ജമാലിഹ, 1 ഭംഗി, ലിഹസബിഹ കുലീനത, പിന്നെ ഒലി ദീനിഹ, അവളെ ദീന്. ഫർ ബിദാത്തി ദീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദീനുള്ള പെണ്ണിന് നിങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കുക. തരിബത്ത്
യമീനക് ഒഫിഹ. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു പിന്നെന്താന്ന് ഈമാനുള്ള ദീനുള്ള പെണ്ണിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കൂടുതൽ ആൾക്കാർ ഭംഗി, അതേപോലെ സ്റ്റാറ്റസ്, പിന്നെ പൈസ, ഇതൊക്കെ നോക്കിയിട്ടാണ് പെണ്ണുങ്ങളെ സെലക്ട് ചെയ്യുക. ദീന് ഏറ്റവും ലാസ്റ്റ് കിട്ടി വേണ്ടെങ്കിൽ വേണ്ട ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്വതവേ നമ്മൾ കാണുന്നത്. ദീനിനെയാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ദീനുള്ളൊരു പെണ്ണ് വീട്ടിൽ വന്ന് കയറുമ്പം എന്തുണ്ടാവും, ഒരിക്കലും പിന്നെ ദീനുള്ളാത്ത ഒരാളെ പോലെ ആവില്ല. ആ മക്കളെ ഒരു തർബീയത്ത് വരുന്നത് ആ ഭാര്യയിൽ നിന്നാണ്. അപ്പം മക്കളെ പിന്നെ പരിപാലിക്കുന്ന ആ ഒരു പരിപാലകി ആരാണ്? ഭാര്യയാണ്, ആ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ എൻ്റെ ഇതാണ് മടിത്തട്ടാണ് ആദ്യത്തെ സ്കൂള്. അപ്പോൾ ആ ഉമ്മ എത്രത്തോളം അറിവും ദീനും ഉള്ളൊരു വ്യക്തിയാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവൾ മക്കളിലേക്കും പകർത്തി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഭാര്യനെ സെലക്ട് ചെയ്യുമ്പം കൂടുതലും നോക്കേണ്ടത് ദീനുള്ള ഒരു പെണ്ണിനെയാണ് നോക്കേണ്ടത്. എന്നെങ്കിലാണ് എന്ത് വരുള്ളൂ, ഈ പറഞ്ഞ പോലെ വരും ജനറേഷന് ആ ഒരു നല്ലൊരു തലമുറയായിട്ട് വരുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അധപ്പതനത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലായിരിക്കും. കാരണം ഉമ്മാക്ക് അറിയില്ലെങ്കിൽ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഒരു നല്ലൊരു പെണ്ണ് ആവുമ്പം എന്തുണ്ട്, എല്ലാം കൊണ്ടും അത് വീട്ടിന് ഏറ്റവും വലിയ സെക്യൂരിറ്റി ആയിട്ട് മാറും. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരിത്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇവിടെ അള്ളാഹു പറയുന്നതിനാൽ മസ്ന വസുലാസ റുബ എന്ന് നാല് വരെ കല്യാണം കഴിക്കുക. അതിൻ്റെ എപ്പം പറ്റൂല. ഒരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളും കല്യാണം കഴിച്ചിട്ട് വീണ്ടും ആണുങ്ങൾ പിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് പിന്നെ ഇപ്പോൾ വീണ്ടും കല്യാണം കഴിക്കുക, രണ്ടാമത്തെയും കല്യാണം കഴിക്കുക, മൂന്നാമത്തതും കല്യാണം കഴിക്കുക, 4 വരേക്കും കഴിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്തും എന്തുണ്ട്, നിബന്ധന ഉണ്ട്. എന്താണത്? ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു. ഇനി ഇവരെടുക്ക് ഈ 4 കല്യാണം കഴിച്ചിട്ട് വെറുതെ അങ്ങനെ ഇട്ടാൽ മതിയാ? അതല്ല. ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം അവരോട് നീതി പാലിക്കണം. എല്ലാവരോടും ഒരേപോലെ പെരുമാറണം. ഒരേ രീതിയിൽ, പിന്നെ പ്രത്യേകിച്ച് ചിലവിൻ്റെ കാര്യത്തിലാവട്ടെ, മറ്റുള്ള കാര്യത്തിൽ, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അല്ലാണ്ട് ഒരാൾക്ക് അധികം കൊടുത്ത് ഒരാൾ കുറച്ച് കൊടുത്ത് ഒരാളോട് കൂടുതൽ സമീപനം ഉണ്ടായി ഒരാളെ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഷോപ്പിങ്ങിനും കാര്യത്തിനും പുറത്ത് ടൂറിനും കാര്യത്തിനും എല്ലാം ഒരാളെ കൊണ്ടുപോകുന്നു, മറ്റേ ആളെ കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ 2 ആളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരാളിലും ഒരു വേരിയേഷൻ ഉണ്ടാകേണ്ട. ചിലവരോട് ചായ്വ് ഉണ്ടാവും, മാനസികമായിട്ടും കൂടുതൽ സ്നേഹം കൂടുതൽ ഉണ്ടാകുന്ന, അത് സ്വാഭാവികം, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. അതല്ലാതെ മാനുഷികമായി ഉണ്ടാകുന്നതല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ അവരോട് ബാക്കി എല്ലാ കാര്യത്തിലും അങ്ങേയറ്റത്തെ നീതി പാലിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പാലിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് അള്ളാഹു ഫഇൻ ഖിഫ്തും, വീണ്ടും അള്ളാഹു അതേ സ്റ്റാർട്ട് ചെയ്ത് അതേ ഇതന്നെയാണ്. നിങ്ങൾക്ക് ഇനിയും ഭയം വന്നാൽ, നിങ്ങൾക്ക് ഭയപ്പാടുണ്ടായാൽ, പേടിയാന്ന് ഇനിയും ഞാനിത് അവരോട് നീതി പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാവുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഫവാഹിദ, അങ്ങനെയാണെങ്കിൽ 1 മതി, ഒറ്റൊരാൾ മതി. ഔ മാമലക്കത്ത് ഐമാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അടിമ സ്ത്രീ, ഒരാൾ മതി. അതിലേതെങ്കിലും 1 മതി. അപ്പോൾ ഒരു ഭാര്യനെ ആ ഭാര്യനെ നിങ്ങൾ പരമാവധി സൂക്ഷ്മതയോടെ പാലിക്കുക. പരമാവധി നിങ്ങൾ അവരോട് വളരെ നന്നായ രീതിയിൽ പെരുമാറുക. ഇതിൻ്റെ കാരണം വേറൊന്നും പറഞ്ഞാൽ ഈ പിന്നെ സ്ത്രീകളും അതേപോലെ തന്നെ പിന്നെ യതീം മക്കളും രണ്ടും എന്താണ്, വീക്കാണ്. ഒരിക്കലും സ്ത്രീകൾ വീക്കായതിൻ്റെ മുകളിൽ ഒരുപടി സ്ത്രീകളെ ആണുങ്ങൾ എന്താണെന്ന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണ് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വാർണിംഗ് എന്ന നിലയിൽ അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത്. പിന്നെന്താന്ന് തോന്നിയ പോലെ കുറേ കല്യാണം കഴിച്ചിട്ടിട്ട് അവരോടും അന്യായങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതൊക്കെ കൗണ്ടഡാണ്. എല്ലാം
സൂക്ഷിക്കണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇതിലൊക്കെ നമുക്ക് ഈ ഒറ്റൊരു ഇതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ് തന്നെ അള്ളാഹു അവിടെ ഒരു താക്കീത് നൽകി. ആദ്യത്തെ ആയത്തിൻ്റെ അവസാനത്തെ ആ ഭാഗം എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് കളിക്കണ്ട, അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർണിംഗാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിൽ താഴെയുള്ള വീക്കായിട്ടുള്ളവരോട് ദുൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്. അവരെ സ്വത്തുക്കളാവട്ടെ, അവരുടെ അധികാരങ്ങളാവട്ടെ, അവകാശങ്ങളാവട്ടെ ഒന്നും നിങ്ങൾ കൈവരിക്കരുത്. ഓരോരുത്തർക്കും വേണ്ടുന്ന അവകാശങ്ങളും അധികാരങ്ങളും സ്വത്തുക്കളും ഫ്രീഡമും ഒക്കെ അതൊന്നും അവരെന്താണ് ഒരു ഇതായ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറരുത്. അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൃത്യമായി കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ 4 കല്യാണം കഴിക്കണ്ടൂ. അതല്ലെങ്കിൽ ഒരാളിൽ അവിടെ നിർത്തിയേക്കണം ഉടനെ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ദാലിക അദ്നാ അല്ലാ തഊലു, അതാകുന്നു കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. എന്ത് കാരണോ? അതിര് വിട്ട് പോവാതിരിക്കാൻ വേണ്ടി. നമ്മളറിയാതെ അതിര് കവിഞ്ഞു പോവും. തെറ്റുകളിലേക്ക് സംഭവിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അത് പേടിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യൂല, ഈ പറഞ്ഞ പോലെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ചാടിക്കേറി പോവില്ല. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, പരമാവധി അവരവരെ സൂക്ഷിച്ച് പെരുമാറാൻ നോക്കാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് മെയിനായിട്ട്. നീതി പാലിക്കുക, അതാരോടായാലും, അത് യതീമക്കളോടായാലും അതേപോലെ തന്നെ സ്ത്രീകളോടായാലും നീതി പാലിക്കുക. പിന്നെ ഇവിടെ മാ പാബലക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുന്ന ഇതിൽ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, നമുക്കവിടെ സെലക്ട് ചെയ്യാം. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കൃത്യമായി നോക്കി സെലക്ട് ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഒരിക്കലും കല്യാണം നടത്തരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും, പെണ്ണിൻ്റെ കാര്യത്തിലായാലും ആണിൻ്റെ കാര്യത്തിലായാലും ഇഷ്ടത്തോടെ തൃപ്തിയോടെ കണ്ടുകൊണ്ട് മുഖവും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ സമീപിച്ച് കണ്ട് സംസാരിച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ കല്യാണം ഉറപ്പിക്കാൻ പാടുള്ളൂ. അതല്ലാതെ പണ്ടൊക്കെ ഉണ്ടാവുന്ന ഇതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ കല്യാണം ഉറപ്പിക്കൽ എന്താവരുത്, കുടുംബക്കാർ പോയി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ പോയി ഭർത്താവ് കാണാതെ കല്യാണം ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കരുത്. ആ രണ്ടാൾക്കും, ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും ആവുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷമേ കല്യാണം കഴിക്കാവൂ. ഫോഴ്സ് ചെയ്ത് ഒരു കല്യാണം ഇല്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യം പറയാനുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരുപാട് കാലങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടും ഇതാക്കിയിട്ടും ഹറാമായ വഴികളിലൂടെ ഒന്നും നമ്മൾ പരമാവധി സഞ്ചരിക്കാതിരിക്കാൻ പരിശ്രമിക്കുക. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പാഠങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഈ ഒരു ടോപ്പിക്ക് പറയാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. പരമാവധി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കല്യാണങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ, ശരിക്കും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പക്ഷെ ചെറിയ രീതിയിൽ നമ്മൾ ഇവിടെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തജ്വീദ് നിയമങ്ങളിലേക്ക് കടക്കാം. ഇൻ ഖിഫ്തും ഇൻ വാവ് കൃത്യമായിട്ട് ചുണ്ടറൗണ്ടാക്കി പറയാം. ഇൻ ഖിഫ്തും അവിടെ സുകൂനു ശേഷം ഖ വരുന്ന അവിടെ എന്താണ്, ഇദ്ഹാറാണ്, വെളിവാക്കി പറയാം, മണിക്കരുത്. ഖിഫ്തും ഖ നല്ലോണം ഹെവിയാണോ, ഖ ഖി ഖി ഖിഫ് ഫാനി സുക്കൂൻ സൗണ്ടോട് ഇത് നല്ല കാറ്റോടും കൂടി പറയാം. ഖിഫ്തും
മീം സുക്കൂൻ ശേഷം ഹംസ വരുന്ന അവിടെ ഇദ്ഹാറാണ് മണിക്കരുത്. വ ഇൻ ഖിഫ്തും അല്ല ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ ഡബിളാക്കി പറയുക. അല്ല തുഖ്സിതു ഖാഫ് കൽക്കലയാണ്, അതുകൂടാണ്ട് ഖാഫിന് നല്ല ഹെവി ആയിട്ട് പറയുകയും ചെയ്യണം. തുഖ് സൗണ്ട് ഉണ്ടാവും, ഉയർത്തി പറയാം. തുഖ്സിതു സ സീൻ ലൈറ്റ് ഖ ഹെവി. തുഖ്സിതു സി പറയുമ്പോൾ ചുണ്ട് നല്ലോണം അല്ല ആ ഒരു ചിഹ്ന് താന്ന രീതിയിൽ തന്നെ വരണം. സി തുഖ്സിതു തൂ പറയുമ്പോൾ ചുണ്ട് കൂർത്തിട്ട് വരണം. തുഖ്സിതു ഉണ്ട് നല്ല ഹെവി ആയിട്ട് വരണം. ഫിൽ യതാമ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ഇല്ല. ഫിൽ ലാമിൻ്റെ സുക്കൂൻ ടൈം കൊടുക്കുക. ഫിൽ യതാമ ഫൻകിഹു നൂന് സുക്കൂന് ശേഷം കാഫ് വരുന്ന് നന്നായി മണിക്കുക. പിന്നെ ഹംസത്തുൽ വസ്ൽ അടിയിലുണ്ട്, അത് ഉച്ചരിക്കരുത്. ഫൻ നേരെ ഫാന്ന് നൂനിലേക്ക് പോവുക. ഫൻകിഹു ഹ തൊണ്ടി എന്ന് പറയുക. മാ തോബ തോ നല്ല ഹെവിയാക്കി ത്വാന്നാക്കരുത്, ചുണ്ട് കൂർക്കാതെ തന്നെ പറയാം. തോബ ലക്കും മിൻ അവിടെ സുകൂലിൻ്റെ മീം ശേഷം മീം വരുന്ന് ഇദ്ഗാം ഷഫവി നന്നായി മണിക്കുക. ലക്കും മിൻ മിനൻ നിസാഇ മിനന്നി അവിടെ നൂൻ്റെ മുകളിൽ ശ്രദ്ധ വരുന്ന് നന്നായി മണിക്കുക. പിന്നെ അത് കൂടാണ്ട് നിസാഇ അവിടെ മദ് വന്നിട്ടുണ്ട്, അവിടെ മുത്തസിലാണ്. 4 മുതൽ 5 ഹറക്ക വരെ നിർബന്ധമായി നീട്ടണം. ലക്കും മിനൻ നിസാഇ ഒക്കെ ഹംസൊക്കെ പറയുമ്പോൾ കൃത്യമായി പറയാം. മസ്ന സ നല്ല കാറ്റോടും കൂടി പറയാം. മസ്ന മസ്ന എന്നായി പോരുത്. മസ്ന വസുലാസ വറുബാഅ ഐന് നിർത്തുമ്പം നല്ല ഒഴുക്കി പറയാം. റുബാഅ റോ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരമാണ്. സ പറയുമ്പോൾ കൃത്യമായി പറയുക, കാറ്റോടും കൂടി തന്നെ വരണം. ഫഇൻ ഖിഫ്തും ഖോ നേരത്തെ വന്നതേ സംഭവം തന്നെ. ഫഇൻ ഖിഫ്തും അല്ല തഅദിലു ഐൻ്റെ സുക്കൂൻ ഒഴുക്കി പറയാം. തഅദിലു ലൂ എന്നൊക്കെ പറയുമ്പോൾ ചുണ്ട് നല്ലോണം കൂർത്ത് വരണം. ഫവാഹിദ ഹി തൊണ്ടിൽ തന്നെ പറയാം. ഫവാഹിദതൻ ഔ തൻവിന് ശേഷം ഹംസ അവിടെ വരുന്നത് ഇദ്ഹാർ മണിക്കരുത്. ഫവാഹിദതൻ ഔ മാ മലകത് താൻ്റെ സുക്കൂൻ കാറ്റോടും കൂടി പറയാം. ഹംസ എന്ന് വരേണ്ടത്. ഔ മാ മലകത് ഐമാനുക്കും കും എന്നിട്ട് സുക്കൂന് അവിടെ മീം നിർത്താം. കും എന്ന് പറയുമ്പോൾ ചുണ്ട് നല്ലോണം കാഫിന് കൂർക്കണം. കും മീം സുക്കൂൻ. ഐമാനുക്കും യാൻ്റെ സുക്കൂനിന് ടൈം കൊടുക്കാം. പിന്നെ മീമിന് ശേഷം ചെറിയ കുഞ്ഞി അലിഫ് എഴുതുന്നതുകൊണ്ട് 2 ഹർക്ക നീട്ടണം. ഐമാനുക്കും. ذلك ذلك പറയുമ്പോൾ കൃത്യമായി പറയാം. സ പറയരുത്. ذلك അദ്ന ദാലിൻ്റെ മുകളിൽ ഇത് വരുന്നത് സുക്കൂൻ വരുന്നതുകൊണ്ട് ഖൽഖല. അദ്ന അല്ല ഇവിടെ മദ് മുൻഫസിൽ 4 മുതൽ 5 ഹർക്ക വരെ നീട്ടാം. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അദ്ന അല്ല തഊലു തഉ ഐൻ തഊലു ചൂട് നല്ലോണം കൂർത്ത് ഓതാ. 2 ഹർക്ക നീട്ടി നിർത്തുകയും ചെയ്യാം. ഓക്കെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.